നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. ചെറിയമുണ്ടത്തിന്റെ ഗ്രാമവഴികളെ ഇളക്കിമറിച്ച് PK ഫിറോസിന്റെ പര്യടനം. കുടുംബയോഗങ്ങളിൽ സജീവമായി NDA സ്ഥാനാർത്ഥിക്ക് നാരായണ മാസ്റ്റർ. കുർക്കോളി മൊയ്തീൻ തലക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഇടത് സ്ഥാനാർത്ഥി തലക്കാട് പഞ്ചായത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. KT ജലീലിന്റെ ഒക്കത്തിരുന്ന ഫിറോസിനെ ചോദിച്ച കൊച്ചുമിടുക്കിയെ തേടി ഫിറോസ് കുന്നംപറമ്പിലെത്തി. വീണ്ടും കുറയുന്ന പ്രതിദിന രോഗികളുടെ എണ്ണം 1549 പുതിയ രോഗികൾ. 1897 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 134 പേർക്ക് പുതുതായി രോഗം. 204 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന് താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയന് നൽകി മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. കേപുരം സദാനന്ദൻ ചടങ്ങിൽ പങ്കെടുത്തു. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന് താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. താലൂക്ക് രൂപീകരിക്കുന്നതിനനുബന്ധമായാണ് താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് താനൂരിൽ ഒട്ടേറെ സർക്കാർ ഓഫീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ തുടങ്ങിയതും ഇതിന്റെ ഭാഗമായാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി താനൂർ കേന്ദ്രീകരിച്ച് വ്യവസായ പാർക്ക് സ്ഥാപിക്കും. യുവതീവാക്കൾക്കായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനും തിരിച്ചെത്തിയ പ്രവാസികൾക്കായി വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കും. പദ്ധതിക്കായി 100 ഏക്കർ സ്ഥലം കണ്ടെത്തിയതായി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതി പ്രകടന പത്രികയിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നാടിൻ്റെ, ഒരു മണ്ഡലത്തിൻ്റെ, ആ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശ ജനങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് അടുത്തുള്ള സാറ്റലൈറ്റ് പട്ടണങ്ങളും ചേർന്ന ഒരു പട്ടണം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താനൂരിനെ താലൂക്കാക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അത് പ്രാബല്യത്തിൽ വരും. നിലവിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായും അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ താനൂരിനെ താലൂക്കാക്കി ഉയർത്തും. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ താനൂർ CHSCയെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുണ്ട്. പുതിയ DYSP ഓഫീസ് വന്നിട്ടുണ്ട്. പുതിയ SP ഓഫീസ് വരാൻ പോവുകയാണ്. മലപ്പുറം പോലീസിന് 2 വിഭജിച്ച് 2 SP ഓഫീസുകളായി മാറ്റാൻ പോകുന്നു. താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതി 8 മാസം കൊണ്ട് രണ്ടാം ഘട്ടം പൂർത്തീകരിക്കും. 300 കോടി രൂപ ചെലവിൽ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. 8 മാസം കൊണ്ട് മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുമെന്നും വി അബ്ദുറഹ്മാൻ ഉറപ്പു നൽകി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം താനൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ഇന്ന് നിലവിലുള്ള കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കി. നിലവിൽ ഭാരതപ്പുഴയിലെ കോളനിക്കടവിൽ നിന്നും, തൃപ്പങ്കോട്ട് കോളനിക്കടവിൽ നിന്നും ആവശ്യമായുള്ള ജലം നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഏകദേശം 50 വർഷത്തോളമുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയാണ് നമ്മൾ ഭൂഗർഭ ജലവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയാണ് നമ്മളെ പുതിയ സോഴ്സ്, പുതിയ കിണർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും തലക്കെടുത്തൂലെ നെരിയാർക്കുന്നിൽ ഇപ്പോൾ കൂറ്റൻ ടാങ്ക് 95,000 ദശലക്ഷം ലിറ്റർ വെള്ളത്തിന് കപ്പാസിറ്റിയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടാങ്കുകളിലൊന്ന് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 45,000 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതും അവിടെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളാണ് ഇനി ഇടാനുള്ളത്. ഒരു 8-9 മാസത്തിനകം തന്നെ താനൂരിലെ മുഴുവൻ സ്ഥലങ്ങളിലും പുതിയ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ സ്ഥാപിക്കും. ഇതിൽ ആദ്യഘട്ടം ചെറിയമണ്ടം, പൊന്മണ്ടം, താനാളൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മണ്ഡലത്തിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മാനിഫെസ്റ്റോയിൽ പറയുന്നു. 15 വിഷയങ്ങളിലായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മാനിഫെസ്റ്റോ പൂർത്തീകരിച്ചത്. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പായി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 95% പദ്ധതികളും പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യത്തിലാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെറിയമുണ്ടത്തിന്റെ ഗ്രാമവഴികളെ ഇളക്കിമറിച്ച PK ഫിറോസിന്റെ പര്യടനം. ഓരോ ജനസമൂഹത്തുമായി സമ്പർക്കങ്ങൾ നടത്തി
തിങ്കളാഴ്ച ചെറിയമുണ്ടം പഞ്ചായത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. നഷ്ടപ്പെട്ട താനൂരിന്റെ പ്രതാപം തിരിച്ചുപിടിക്കണമെന്ന ആഹ്വാനവുമായി ചെറിയമുണ്ടത്തെ ഗ്രാമങ്ങളിലെത്തിയ PK ഫിറോസിനെ ഉജ്ജ്വലമായാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വരവേറ്റത്. കുടിവെള്ള പ്രശ്നമാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. താനൂരിന്റെ നല്ല നാളേക്കായി PK ഫിറോസിനെ കനത്ത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം തലക്കെടുത്തൂരിൽ സമാപിച്ചു. വോട്ട് അഭ്യർത്ഥിക്കുക എന്ന കർത്തവ്യം മാത്രമാണ് നിർവഹിക്കുന്നത്. കാരണം സമയമേറെ വൈകി, ഏതാണ്ട് 2 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. ഇനിയും ഉച്ചഭക്ഷണത്തിന് മുമ്പ് 6 പോയിന്റുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കോണി അടയാളത്തിൽ വോട്ട് ചെയ്യണം. നിങ്ങളുടെ നാട്ടിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ പരിഹരിക്കാൻ, ഈ നാട്ടിൽ സമഗ്ര വികസനം ഉണ്ടാക്കാൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് മാത്രമാണ്, ഉറപ്പ് മാത്രമാണ് ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. 3-ാം ദിവസത്തെ പര്യടനം VS ജോയ് ഉദ്ഘാടനം ചെയ്തു. AP സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. KN മുത്തുക്കോയത്തങ്ങൾ, MP അഷ്റഫ്, O രാജൻ, PTK കുട്ടി, P വാസുദേവൻ, VKM ഷാഫി, യൂസഫ് കല്ലേരി, KP അബ്ദുറഹ്മാൻ, PT നാസർ, V ഇസ്മായിൽ ഹാജി, MA റഫീഖ്, ഹുസൈൻ തലക്കടത്തൂർ, നൌഷാദ് പറപ്പൂത്തടം, ഇർഷാദ് കുറക്കോൾ, Y സൽമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുറുക്കുളി മൊയ്തീൻ തലക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തിങ്കളാഴ്ച തലക്കാട് പഞ്ചായത്തിൽ നിന്നാണ് ആരംഭിച്ചത്. സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് UDF അഭിപ്രായ ഭിന്നതകളും വിഭാഗീയതകളും മറന്നും മാറ്റിവെച്ചും സജീവമായി രംഗത്തിറങ്ങി. രാവിലെ പുല്ലൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വെട്ടം ആലിക്കോയ, AP ഉണ്ണികൃഷ്ണൻ, അന്നാര ഹംസ, AKM ബാവ, E സാദിഖ് അലി, T ബീരാൻകുട്ടി തുടങ്ങിയ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. പുല്ലൂരിൽ ആരംഭിച്ച പ്രചരണ പരിപാടി അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. CH ബഷീർ, T അബ്ദുൽ ഖാദർ, M താമി, വനിതാ ലീഗ് നേതാക്കളായ ഖദീജ കുറ്റൂർ, ഷെരീഫ B, ഭാനുമോൾ, അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ, അസീസ് പുല്ലൂരാൽ എന്നിവർ നേതൃത്വം നൽകി. തലക്കാടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. നാട്ടുകാർ പരാതിയുമായി ഗഫൂർ പുലിലീസിന് മുന്നിൽ. ഇടത് സ്ഥാനാർത്ഥി തലക്കാട് പഞ്ചായത്തിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. തലക്കാട് പഞ്ചായത്തിലെ പ്രധാന പ്രശ്നം കുടിവെള്ളമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ തിരൂർ LDF സ്ഥാനാർത്ഥി ഗഫൂർ പുലിലീസിന് മുന്നിൽ. തലക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് വിവിധ മേഖലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത്. പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം വേണം, സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി പ്രത്യേക സംരംഭങ്ങൾ ആരംഭിക്കണമെന്നും കുടുംബയോഗങ്ങളിൽ വെച്ച് സ്ഥാനാർത്ഥിയോട് നിരവധി സ്ത്രീകൾ ആവശ്യപ്പെട്ടു. ഈ 3 കാര്യങ്ങൾക്കും അർഹമായ പ്രാധാന്യം നൽകുമെന്നും തലക്കാട് പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന കാര്യം തന്റെ മനസ്സിൽ നേരത്തെയുള്ളതാണെന്നും ഗഫൂർ പുലിലീസ് പറഞ്ഞു. നിങ്ങളുടെ ദുഃഖങ്ങളിൽ സന്തോഷത്തിൽ ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നിയമസഭയ്ക്കകത്ത് എപ്പോഴും ശക്തിയായി നിങ്ങളെ തിരുവനന്തപുരം പ്രതിനിധാനം ചെയ്യും. നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം തന്നെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പിണറായി വിജയൻ സർക്കാരിന് കരുത്തു നഗരാൻ. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ള പ്രശ്നം മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളത്തിനായി ആരെയും അലയാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്നും ഗഫൂർ പുലിലീസ് നാട്ടുകാരോട് പറഞ്ഞു. രാവിലെ 9-ന് മാങ്ങാട്ടിൽ നിന്നും ആരംഭിച്ച പര്യടനം പൂക്കൈത, തലൂക്കര, പാറശ്ശേരി, കളപ്പാട്ടിച്ചിറ, മുക്കിലപ്പീടിക, കോട്ടത്തറ, കട്ടച്ചിറ, പുല്ലൂർ, മേടപ്പറമ്പ്, വലിയ പറമ്പ്, വടക്കൻ കുറ്റൂർ, പുല്ലൂരാൽ, കരിമ്പന, വെങ്ങാലൂർ, മേലപ്പീടിക, ഓലപ്പീടിക എന്നിവിടങ്ങളിൽ പര്യടനത്തിന് ശേഷം രാത്രി 7-ന് മുക്കിലപ്പീടികയിൽ സമാപിച്ചു. ഒരു ഇടവേള. KT ജലീലിന്റെ ഒക്കത്തിരുന്ന് ഫിറോസിനെ ചോദിച്ച കൊച്ചുമിടുക്കിയെ തേടി ഫിറോസ് കുന്നുംപറമ്പിലെത്തി. ആലത്തിയൂരിലെ ജംഷീദിന്റെ മകൾ സമയെ കാണാനാണ് ഫിറോസ് കുന്നുംപറമ്പിലെത്തിയത്. കഴിഞ്ഞ ദിവസം പര്യടനത്തിനിടയിൽ ജലീൽ കയ്യിലെടുത്ത കൊച്ചുമിടുക്കി സമ ഫിറോസിനെ ചോദിച്ച വീഡിയോ തരംഗമായിരുന്നു. ഈ ഒരൊറ്റ ചോദ്യമാണ് ആലത്തിയൂർ സ്വദേശി മുസ്ലിയാം വീട്ടിൽ ജംഷീദിന്റെ മകൾ സമയെ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിയത്. വീഡിയോയും മിടുക്കി സമയും തരംഗമായതോടെ ഫിറോസ് കുന്നംപറമ്പിൽ കുട്ടിയെ കാണാനെത്തുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഫിറോസ് സമയുടെ വീട്ടിലെത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും നമുക്ക് അവരുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തോടെ ജീവിക്കാൻ സാധിക്കുക കഴിയാന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം
ഈ കുട്ടികൾ വരെ നമ്മുടെ പേരും നമ്മുടെ പ്രവർത്തനങ്ങളും കാണുക, അത് ഇഷ്ടപ്പെടുക, അവർ ഓർക്കുക. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ലല്ലോ ജീവിതത്തിൽ. സന്തോഷം. പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമാണ് ഫിറോസ് എത്തിയത്. ഫിറോസ് എത്തിയ ഉടനെ ഉപ്പയുടെ കൈകളിലിരുന്ന് കൊച്ചുസമ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫിറോസിക്കയല്ലേ ഇത്? സന്തോഷായോ? പിന്നെ വേറെന്താ? ഫിറോസ് കാണാനെത്തിയതിൽ സന്തോഷവതിയാണ് കൊച്ചുസമയും. ഫിറോസിക്കാനെ ഇഷ്ടമാണെന്നും മിഠായിയൊക്കെ കൊണ്ടുവന്നെന്നും സമ പറഞ്ഞു. ഉമ്മയുടെ ഫോണിൽ നിന്നാണ് ഫിറോസിന്റെ ഫോട്ടോ കണ്ടത്. വോട്ട് ചെയ്യുമോ എന്ന് ഫിറോസ് ചോദിച്ചു. കൈപ്പത്തിയാണ് ഫിറോസിന്റെ ചിഹ്നം. എല്ലാം സമയ്ക്കറിയാം. എന്നിട്ടിപ്പോ ഫിറോസ്ക വന്ന് വോട്ട് ചോദിച്ചാ നമ്മളോട്? വന്നത് എന്താ ചിഹ്നം? കൈപ്പത്തിയാ? മോൾക്ക് ഇഷ്ടാ? ആരാ ഫിറോസ് ഖാനെ കാണിച്ചെന്ന് ഫോണില്? ഉമ്മച്ചി കാണിച്ചെന്ന്? ഉമ്മച്ചി എന്ത് പറഞ്ഞു? അന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണുന്നാണ്. എന്നിട്ട് ഫോണിൽ എന്നിട്ട് വന്നിട്ട് ഫിറോസ് കാക്കനെ കണ്ടു ചെപ്പണില്. അപ്പോ മിഠായിയൊക്കെ തന്നപ്പോ സന്തോഷമായോ മോൾക്ക്? സന്തോഷമായോ? കഴിഞ്ഞ ദിവസം ആലത്തിയൂരിലെത്തിയ ജലീലിന്റെ ഒക്കത്തിരുന്നാണ് സമ ഫിറോസിനെ ചോദിച്ചത്. വീഡിയോ തരംഗമായതോടെ കൊച്ചുമിടുക്കി ആരെന്നറിയാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. ഒടുവിൽ കൊച്ചുമിടുക്കിയെ കണ്ടെത്തി. ആലത്തിയൂർ അമ്പലപ്പടി മുസ്ലിയാം വീട്ടിൽ ജംഷീദിന്റെയും അസ്മയുടെയും മകളാണ് സമ. 3 വയസ്സാണ് മിടുക്കിയുടെ പ്രായം. വിദ്യാർത്ഥികളുടെ കൂടെ ഉറപ്പാണ് തിരൂർ. ഉറപ്പാണ് ഗഫൂർ എന്ന മുദ്രാവാക്യമുയർത്തി SFI തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി മഹാസംഗമവും വിദ്യാർത്ഥി റാലിയും നടത്തി. സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം, സോഷ്യലിസം തിരുക്കോട്ട് ദാറുസ്സലാം ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി മഹാസംഗമം SFI ജില്ലാ പ്രസിഡന്റ് E. അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി ഗഫൂർ പില്ലിലീസ്, CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അംസക്കുട്ടി, UP മനേഷ്, T. ഷിനി എന്നിവർ സംസാരിച്ചു. T. ജൈസൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നഗരത്തെ ആവേശത്തിലാക്കി വിദ്യാർത്ഥി റാലി നടത്തി. കോട്ട് ഇല്ലത്തപ്പാടത്ത് നിന്നും ആരംഭിച്ച റാലി പയ്യനങ്ങാടി പാൻബസാർ വഴി നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഫിറോസ് കുന്നംപറമ്പിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ UDF നേതൃത്വം തയ്യാറാക്കണമെന്ന് KT ജലീൽ. സ്ഥാനാർത്ഥി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനെന്ന് വിശദീകരിക്കാൻ UDFന് ബാധ്യതയുണ്ടെന്നും ജലീൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ UDFന്റെ മൗനം അവസാനിപ്പിക്കണമെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. തവനൂർ മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് മണ്ഡലത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ UDF നേതൃത്വത്തിന് ബാധ്യതയുണ്ടെന്നും ഡോക്ടർ KT ജലീൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ UDFന്റെ മൗനം അവസാനിപ്പിക്കണമെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ തിങ്കളാഴ്ച രാവിലെ കാലടി പഞ്ചായത്തിലെ ചേലത്തുപറമ്പിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ഹൈവേ, നരിപ്പറമ്പ്, മാങ്ങാട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. പരപ്പനങ്ങാടിയിൽ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കുമെന്ന് നിയാസ് പുളിക്കലകത്ത്. പരപ്പനങ്ങാടി കോടതിയിലെ ബാർ അസോസിയേഷൻ സന്ദർശിച്ച് അഭിഭാഷകരോടും ജീവനക്കാരോടും വോട്ടഭ്യർത്ഥിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി വളപ്പിലെ പരിമിതികളും പ്രയാസങ്ങളും കാലങ്ങളായുള്ള കെട്ടിടത്തിന്റെ ആവശ്യകതയും അഭിഭാഷകർ സ്ഥാനാർത്ഥിയെ അറിയിച്ചു. പരപ്പനങ്ങാടിയിൽ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കുമെന്ന് തിരൂരങ്ങാടി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. പരപ്പനങ്ങാടി കോടതിയിൽ ബാർ അസോസിയേഷൻ സന്ദർശിച്ച അഭിഭാഷകരോട് ജീവനക്കാരോടും വോട്ടഭ്യർത്ഥിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കോടതി വളപ്പിലെ പരിമിതികളും പ്രയാസങ്ങളും കാലങ്ങളായുള്ള കെട്ടിടത്തിന്റെ ആവശ്യകതയും അഭിഭാഷകർ സ്ഥാനാർത്ഥിയെ അറിയിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ പരപ്പനങ്ങാടിയിൽ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കുമെന്ന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് PN വാസുദേവൻ, മറ്റു അഭിഭാഷകർ എന്നിവർക്ക് സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. LDF നേതാക്കളായ അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി, ഗിരീഷ് തോട്ടത്തിൽ, അഡ്വക്കേറ്റ് O കൃപാലിനി, KC നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. 3 പതിറ്റാണ്ട് മുമ്പ് സീതി ഹാജിയെ നേരിട്ടതിന്റെ ഓർമ്മകളുമായാണ് കെ നാരായണ മാസ്റ്റർ ഇത്തവണയും അംഗത്തിനിറങ്ങുന്നത്. 1991 പഴയ താനൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു നാരായണ മാസ്റ്റർ. അന്നത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചു. 1991 തന്റെ 26ാമത്തെ വയസ്സിലാണ് ലീഗിലെ കരുത്തനായ സീതി ഹാജിയെ നേരിടാൻ നാരായണൻ മാസ്റ്ററെ BJP നിയോഗിച്ചത്. യാദൃശ്ചികമെന്ന് പറയട്ടെ, ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു നാരായണൻ മാസ്റ്ററുടെ വിവാഹം നടക്കുന്നതും. 3 പതിറ്റാണ്ട് മുമ്പത്തെ ആ അംഗത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും നാരായണൻ മാസ്റ്ററുടെ ഉള്ളിലുണ്ട്. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ തന്നെ പാർട്ടി നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് നാരായണൻ മാസ്റ്റർ പറയുന്നു. വീട്ടുകാരോടക്കം നിർബന്ധിച്ചായിരുന്നു സ്ഥാനാർത്ഥിത്വമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ 26 വയസ്സാണ് സമയം. കേരള നിയമസഭയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ ഹാസ്യ സാമ്രാട്ടായ സീതി ഹാജിക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അമ്പരപ്പുണ്ടായത്. എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അത് അന്ന് സ്ഥാനാർത്ഥി ആരാണ്, എതിരാളി ആരാണ്, പ്രതിയോഗി ആരാണെന്നൊന്നും അറിയില്ല. പിന്നെ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ദേവദാസ് എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ സമ്മതിക്കാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് ഞാൻ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ വീട്ടുകാർക്ക് ഞാൻ സ്ഥാനാർത്ഥിയാക്കി മാറ്റി. ഇന്നത്തെ പോലെയല്ല അന്നത്തെ പ്രചാരണങ്ങൾ. ഇന്നത്തെ പോലെ കളർഫുള്ളായി ചിരിച്ചു നിൽക്കുന്ന മുഖങ്ങളുള്ള പോസ്റ്ററുകളോ ഫ്ലക്സുകളോ ഇല്ല. ചുവരെഴുത്തുകളും പേരെഴുതിയ പോസ്റ്ററുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളും ഇല്ലെന്ന് മാഷ് പറയുന്നു. ഫോട്ടോ ഇല്ലാത്ത പോസ്റ്ററാണ് എൻ്റെ പ്രചരണം. അന്ന് ഈ ടെക്നോളജി, ഈ ഫോട്ടോഗ്രാഫി ടെക്നോളജിയൊന്നും ഇത്രമാത്രം ആയിട്ടില്ല. പെട്ടെന്ന് കിട്ടുന്നൊരു സാഹചര്യങ്ങളല്ല. ഇപ്പോൾ ഹൈടെക് ക്യാമറകളും സംവിധാനമൊക്കെ വന്ന അപ്പോഴേക്കപ്പോഴേ സംഗതികൾ കിട്ടുന്ന അന്ന് ഫോട്ടോ ഇല്ലാത്ത നാരായണ മാഷിക്കാണ് വോട്ട് ചോദിച്ചത്. എന്നെ കാണാത്തവരൊക്കെ കരുതിയത് ജനേന്ദ്ര മാഷിൻ്റെ അച്ഛൻ നാരായണ മാഷാണ് ഈ സ്ഥാനാർത്ഥി എന്നാണ് കരുതിയത്. അങ്ങനെയും കുറേ വോട്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് പ്രചാരണത്തിനിടയിൽ സീതി ഹാജി തന്റെ വിവാഹത്തിനെത്തിയതും സരസമായ തമാശകൾ പറഞ്ഞ് വിവാഹവേദി കൊഴുപ്പിച്ചതും അന്നത്തെ സീതി ഹാജിയുടെ പ്രസംഗം പോലും മാഷ് ഓർത്തെടുത്തു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ വിവാഹവും നടക്കുന്നത്. ഞാൻ കാൻഡിഡേറ്റ് ആവുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. മെയ് മാസം 1-ാം തീയതിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് പോകുന്നത് പ്രചരണ വണ്ടിയുടെ അകമ്പടിയോടുകൂടിയാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ വിവാഹത്തിന് സീതി ഹാജി വന്നിട്ടുണ്ട്. സീതി ഹാജി വന്ന് വളരെ സരസമായി അവിടെ നിന്നും പറഞ്ഞു തിരിച്ചുപോയി. 9,000-നടുത്ത് വോട്ടുകളാണ് അന്ന് നാരായണൻ മാഷ് നേടിയത്. ഇന്നത്തെ താനൂർ മണ്ഡലമല്ല അന്ന്. എടരിക്കോട് പഞ്ചായത്തും പറപ്പൂരും താനൂർ പഞ്ചായത്തും അടങ്ങുന്നതാണ് അന്നത്തെ താനൂർ മണ്ഡലം. അതിനുശേഷം 3 തവണ ഒഴൂർ പഞ്ചായത്തിലേക്കും നാരായണൻ മാഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. 1995, 2000, 2005 വർഷങ്ങളിലായിരുന്നു തുടർച്ചയായ തെരഞ്ഞെടുപ്പ്. 3 തവണയും 3 വാർഡുകളിലായിരുന്നു മത്സരം. 3 പതിറ്റാണ്ടിനിപ്പുറവും അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിന്റെ ഓർമ്മകൾ നാരായണൻ മാഷുടെ ഓർമ്മകളിലുണ്ട്. കേരളത്തിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് പട്ടിണിയുടെ വില അറിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയതെന്ന് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേരളത്തിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് പട്ടിണിയുടെ വില അറിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയതെന്ന് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ജനപക്ഷ ഇടത് സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്തിക്കാനും മതേതര തൊഴിലാളി വർഗ സംരക്ഷണം ഉറപ്പാക്കാനും തൊഴിലാളി കുടുംബങ്ങളുടെ ആഹ്വാനം ചെയ്താണ് KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കുടുംബസംഗമം സംഘടിപ്പിച്ചത്. തിരുപ്പച്ചാടി നൂർലേക്ക് പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ VC ശശിധരൻ അധ്യക്ഷനായിരുന്നു. K കൃഷ്ണനായർ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP ജയന്ദാസ്, KV പ്രസാദ്, M വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി K രവി സ്വാഗതവും CC അംഗം K മുഹമ്മദ് സലീം നന്ദിയും പറഞ്ഞു. TP ജിതേഷ്, M അംജദ്, KP നൌഷാദ്, S ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരുടെ മക്കളും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇല്ലിമുള്ളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ തെന്നലേ.
എല്ലിമുള്ളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരുപ്പരങ്കോട് ക്ഷേത്രച്ചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മംഗലം കൂട്ടായിക്കടവ് കണ്ണോത്ത് പരേതനായ അയ്യപ്പന്റെ മകൻ 34-കാരനായ ബിനീഷാണ് മുങ്ങി മരിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. തിരൂർ തൃപ്രങ്കോട് ക്ഷേത്രച്ചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവാണ് മുങ്ങി മരിച്ചത്. മംഗലം കൂട്ടായിക്കടവ കണ്ണേത്ത് പരേതനായ അയ്യപ്പന്റെ മകൻ 34-കാരനായ ബിനീഷാണ് മുങ്ങി മരിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കൂട്ടുകാരോടൊത്ത് ചിറയിൽ കുളിക്കാനിറങ്ങിയ ബിനീഷിനെ കാണാതാവുകയായിരുന്നു. ഏറെ നേരം തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. എന്നാൽ സേന എത്തുന്നതിന് മുൻപ് നാട്ടുകാരുടെ തിരച്ചിലിൽ ബിനീഷിനെ കണ്ടെത്തി. തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വള്ളിയാമുവാണ് അമ്മ. ഭാര്യ ബിൻസി, മകൻ കണ്ണൻ എന്നിവരാണ്. തിരു YMCAയും വിങ്സ് കൾച്ചറൽ ക്ലബ്ബും ചേർന്ന് തലക്കെടുത്തൂരിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് ദൈവത്തെ കാണുന്നത് ഡോക്ടർമാരിലൂടെയും സാമൂഹ്യ പ്രവർത്തകരിലൂടെയുമാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. തിരു YMCAയും തലക്കെടുത്തൂർ വിങ്സ് കൾച്ചറൽ ക്ലബ്ബും ചേർന്ന് സിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ തലക്കെടുത്തൂരിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായും വളരെ മഹത്തരമായ ഒരു കാര്യമാണ് ഈ കോവിഡ്-19 കാലത്ത് ഇത്രയും ഉൾപ്രദേശത്ത് ഒരു മദ്രസയും നിങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഇത് ഇത്രയും ചെറുപ്പക്കാരാണ്. വന്നപ്പോൾ വിങ്സ് ക്ലബിൻ്റെ മുഴുവൻ പ്രവർത്തകരും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ചെറുപ്പക്കാരിൽ നിന്ന് ഇത്തരം ഒരു വലിയ മുൻകൈ ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പിന് ഉണ്ടായി എന്നത് തീർച്ചയായും അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ്. നമ്മളതിനെ അഭിനന്ദിക്കുന്നത്. യുവത്വം ഈ കോവിഡ്-19 നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, അധികാരമോ സമ്പത്തോ വൻ ശക്തിയായതിൻ്റെ അഹങ്കാരമോ ഒന്നും മനുഷ്യനെ തുണയ്ക്കുകയില്ല. ലോകത്തെ വൻ ശക്തികളാണ് കോവിഡ് മഹാമാരിയിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. ലക്ഷങ്ങളല്ല, കോടിയോളം വരികയാണ് അതിൻ്റെ കണക്ക്. വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ വെറുങ്ങലിച്ചു നിൽക്കുന്നു. അവിടെ മനുഷ്യന് തുണയായത് മനുഷ്യൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോൾ YMCA ഒരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. എത്രയോ കാലങ്ങളായിട്ട് YMCA എനിക്കറിയാം. YMCAയുടെ പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ആഗോള ജീവകാരുണ്യ പ്രസ്ഥാനമാണ് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ. ആ ക്രിസ്ത്യൻ അസോസിയേഷനാണ് ഒരു മദ്രസയിൽ, ഒരു മുസ്ലിം മദ്രസയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് എല്ലാ മതക്കാർക്കും വേണ്ടി. ഇതാണ് യഥാർത്ഥമായ ദൈവ കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതൊരു ഇബാദത്താണ്, ഇതൊരു പ്രാർത്ഥനയാണ്, ഇത് ഏറ്റവും ഉന്നതമായൊരു മാനുഷിക പ്രവർത്തനമാണ്. ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. YMCA പ്രസിഡന്റ് മനോജ് ജോസ്, ജയലക്ഷ്മി, മുഹമ്മദ് നഫ്സാൻ, മുഹമ്മദ് സഫ്നാസ്, MI ജേക്കബ്, റനീഷ് കണ്ടകത്തിൽ, ജാഫർ തലക്കടത്തൂർ, CVR ചിത്രകൂടം, K ബൽരാജ്, സിറ്റി മണി, ഡോക്ടർ ലിബി മനോജ്, ഡോക്ടർ KTO ബദർ, ഡോക്ടർ മഞ്ജുനാഥ്, ഡോക്ടർ മിൻഷ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. സൗജന്യ മരുന്ന് വിതരണവും നടത്തി. വെട്ടം രണ്ടത്താണി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി വളപ്പിൽ അബ്ദുൾ റസാഖിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ബൈത്തുറഹ്മയുടെ താക്കോൽ ദാനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വെട്ടം രണ്ടത്താണി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി വളപ്പിൽ അബ്ദുൾ റസാഖിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ബൈത്തുറഹ്മയുടെ താക്കോൽ ദാനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ, ഷാർജ KMCC കേരള സംസ്ഥാന സെക്രട്ടറി യാസിൻ വെട്ടം, KP അഷ്റഫ്, KI അബ്ദുൽ നാസർ, അലിക്കുട്ടി വാക്കയിൽ, PK മുഹമ്മദ് അഷ്റഫ് ഇല്ലിക്കൽ, P അബ്ദുറഹീം, ലില്ലി KK, ജാസിൽ TK, KT കുഞ്ഞാപ്പു ഹാജി, KP അബ്ദുറഹീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് പുറകിലെ പുൽക്കാടുകൾക്ക് തീയിട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് പുറകിലെ പുൽക്കാടുകൾക്ക് തീ പിടിച്ചത്. തീ ആളിപ്പടർന്നത് കണ്ട യാത്രക്കാർ തിരൂർ ഫയർഫോഴ്സ് വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ടീം മണിക്കൂറുകൾക്കുള്ളിൽ തീയണച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P സുനിൽ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജേക്കബ്, അഭിലാഷ്, ദുൽഖർ നൈനി, വിജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. കഴിഞ്ഞ ദിവസം മോർണിംഗ് സ്റ്റാർ ക്ലബ്ബും BSF ടീമും സംയുക്തമായി തിരൂർ സ്റ്റേഡിയം ശുചീകരിച്ചിരുന്നു. പുൽക്കാടുകൾ വെട്ടിമാറ്റി കൂട്ടിയിട്ട ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടർന്നു. സോളാർ ലൈറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ബയോബിൻ വിതരണത്തിലും പക്ഷപാതം കാണിച്ചിട്ടുണ്ടെന്നും ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. തിരൂർ നഗരസഭ പൊതുമരാമത്ത് വിഭാഗം തെരുവിളക്കിന്റെ വൈദ്യുതി ചാർജ് കുടിശ്ശിക അടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് വാർഡ് 24 കൗൺസിലറെ പോലും അറിയിക്കാതെ മുസ്ലിം ലീഗ് നേതാവിന്റെ വീടിന് മുന്നിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ കൗൺസിലർ മിർഷാദ് പാറയിൽ പ്രതിഷേധം അറിയിച്ചത്. യാതൊരു തരത്തിലുള്ള ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 20 വാട്ട്സിന്റെ LED ലൈറ്റ്, അമ്മിണി സ്ഥാപിച്ച LED ലൈറ്റിന്റെ തൊട്ട് താഴെയാണ് ഇന്നലെ ഒരു ലൈറ്റ് സ്ഥാപിച്ചത്. നാട്ടുകാരോട് പറഞ്ഞു എന്തിനാണ് ഇവിടെ ലൈറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ലൈറ്റിന്റെ താഴെയാണ് കൊടുത്ത് സ്ഥാപിക്കുന്നത്. നിലവിൽ 2-3 ലൈറ്റുകൾ ഉള്ളതിന്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടാണ് ലൈറ്റ് സ്ഥാപിക്കുന്നത്. ഇതിങ്ങനെ മറ്റേതെങ്കിലും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് തന്നെ പറയാം, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജനങ്ങളുടെ ആവശ്യപ്പെട്ട വികസനങ്ങൾ മാറ്റിയെത്തിക്കുന്ന തരത്തിലേക്കുള്ള വികേന്ദ്രീകൃതമായ അല്ലെങ്കിൽ തരം തിരിച്ചുകൊണ്ടുള്ള വികസനത്തിലാണ് നടക്കുന്നത്. ഞാൻ പറയട്ടെ, ഇന്നലെ എന്റെ വാർഡിൽ സ്ഥാപിക്കാൻ വന്ന ലൈറ്റ് സ്ഥാപിക്കുന്നത് താൽക്കാലികമായി കെട്ടി വച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ബൂത്ത് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇന്നലെ ലൈറ്റ് സ്ഥാപിക്കുന്നത്. 5 മീറ്റർ പോലും ദൂരമില്ലാത്ത വ്യത്യാസത്തിൽ ഒരു LED ലൈറ്റ് അവിടെ കത്തുന്നുണ്ട്. അതിന് പുറമെ എന്റെ വാർഡിനകത്ത് 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ഓരോ ട്യൂബ് ലൈറ്റ് മാത്രമാണ് കത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനയ്ക്ക് ഈ വിഭാഗം ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രഥമമായി പരിഗണന പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലാണ്. ഈ സോളാർ ലൈറ്റ് എന്റെ വാർഡിൽ വെച്ചിട്ടില്ല. ആരും രാഷ്ട്രീയപരമായിട്ടോ ആ കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം ചർച്ച ചെയ്യേണ്ട. നമ്മൾ അങ്ങനെ നഗരസഭയായിട്ടാണ് വെച്ചത്. MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് വെച്ച സോളാർ ലൈറ്റ് ആണ്. അതിന് നഗരസഭ ഒരു സ്ഥലത്തും ആരോടും കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വാർഡിലെ കൗൺസിലേഴ്സിനോട് അന്വേഷിച്ചിട്ടാണ് ലൈറ്റ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നഗരസഭയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരോടും വെക്കാൻ എവിടെയും അനുമതി കൊടുത്തിട്ടില്ല. മാറ്റി സ്ഥാപിക്കാനായി നടപടി എടുക്കാമെന്ന് ചെയർപേഴ്സൺ മറുപടി പറഞ്ഞെങ്കിലും ബി നന്ദൻ മാസ്റ്ററും നജിമുദ്ദീൻ തിരൂരും നഗരസഭാ നടപടിയെ എതിർത്ത് സംസാരിച്ചതോടെ സലാം മാസ്റ്റർ, ബാബ അബൂബക്കർ എന്നിവർ ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ചു. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണെന്നും സോളാർ ലൈറ്റ് എവിടെയും സ്ഥാപിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഇത് നമ്മുടെ കൗൺസിലർമാരെ MLA-ക്ക് റിക്വസ്റ്റ് കൊടുത്ത് MLA അനർത്തുമായി സഹകരിച്ച് നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടേക്കൊക്കെ നമ്മളെ കൗൺസിലർമാർക്ക് നമ്മളെ ഇടപെടൽ ഇനി വരാൻ പോകുന്ന MLA ആരായാലും അവരെ നമുക്ക് ഉപയോഗിച്ച് എവിടെയൊക്കെ ലൈറ്റ് വേണം എന്ന് ചോദിക്കാനും നമുക്ക് എഴുതി കൊടുക്കാൻ റിക്വസ്റ്റ് കൊടുക്കാനും അവിടെയൊക്കെ കല്ലിക്കാനും നമുക്ക് അവകാശമുണ്ട്. അപ്പൊ MLA-ക്ക് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളത് കൗൺസിലറുടെ അവകാശമാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിച്ചെടുക്കുക എന്നുള്ളത് കൗൺസിലറുടെ മിടുക്കാണ്. അതങ്ങനെ നമ്മൾ നടത്തി കൊണ്ടുപോകുക എന്നുള്ള നഗരസഭാ കൗൺസിലിന്റെ സത്യത്തിന് ആ ലൈറ്റ് സ്ഥാപിക്കുന്നതിന്റെ മേലെ അനിയന്ത്രിതമായ വലിയ അധികാരങ്ങളില്ല നമ്മൾ തിരിച്ചറിയണം. വൈസ് ചെയർമാൻ പി രാമൻകുട്ടിയും അനുകൂലിച്ചതോടെ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൗൺസിലിന്റെ ചെയർപേഴ്സന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം താഴത്ത് ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു അല്ലെ? ആ സ്വീകരണ പരിപാടിയുടെ വേദിയിൽ വെച്ചിട്ടാണ് MLA സോളാർ ലൈറ്റ് നഗരസഭയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം അറിയിച്ചത്. അതെങ്ങനെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താവുക? അപ്പൊ എന്തു പറയാനുള്ള സ്ഥിതിയാവരുത്. രണ്ടാമത്തെ കാര്യം, ഇത് ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിന് അധികാരം കിട്ടുന്ന സമയത്ത് ആ അധികാരം എടുത്തു പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഉപജാപക സംഘങ്ങളുണ്ട്. അവരാണ് ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവരാണ് ഇവിടുത്തെ ഓഫീസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത് വകുപ്പുകൾക്കകത്ത് കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ അങ്ങനെയാണ് നഗരസഭാ ഓഫീസ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയിപ്പോ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. എനിക്ക് പ്രശ്നമില്ല. ഇതേ സംഗതിയാണ് വേസ്റ്റ് ബിൻ കൊടുക്കുന്ന കാര്യത്തിലും സംഭവിച്ചത്. ലീഗുകാരന്റെ വീടിന് മുന്നിൽ മാത്രമേ സൂര്യപ്രകാശം കിട്ടുമെന്നുള്ളത് പുതിയ അറിവാണെന്നും മാലിന്യ സംസ്കരണ പദ്ധതിയായ ബയോബിൻ വിതരണത്തിലും പക്ഷപാതം കാണിച്ചിട്ടുണ്ടെന്നും ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരൂർ നഗരസഭ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തുന്നതായി പ്രതിപക്ഷ കൗൺസിലർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. വാർഡ് കൗൺസിലറെ പോലും അറിയിക്കാതെയാണ് നഗരസഭ മുസ്ലിം ലീഗ് നേതാവിന്റെ വീടിന് മുന്നിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചതെന്നും ഗിരീഷ് ആരോപിച്ചു. തിരൂർ നഗരസഭ വാർഡ് 24 ഏഴൂരിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ വീടിന് മുന്നിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശവാസിയായ വാർഡ് കൗൺസിലർ പോലും അറിയിക്കാതെയാണ് നഗരസഭ മുസ്ലിം ലീഗ് നേതാവിന്റെ വീടിന് മുന്നിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചത്. സാധാരണ വിവിധ പദ്ധതികളുടെ ഭാഗമായി നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ അതാത് വാർഡ് കൗൺസിലർമാർ നിർദ്ദേശം നഗരസഭാ കൗൺസിലിലേക്ക് നൽകുകയും
വാർഡ് കൗൺസിലർമാർ നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ പ്രസ്തുത ലൈറ്റ് കൗൺസിൽ തീരുമാനപ്രകാരം സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യാതൊരു ജനാധിപത്യ മര്യാദകളും ഇല്ലാത്ത വിധത്തിൽ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടിനു മുമ്പിൽ ഉൾപ്പെടെ ആ വാർഡിൻ്റെ കൗൺസിലറുടെ നിർദ്ദേശമോ കൗൺസിലർ അറിവോ ഇല്ലാതെ തോന്നിയതുപോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും വീടുകൾക്ക് മുമ്പിൽ കൊണ്ടുപോയി ലൈറ്റ് സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് ഒട്ടും ഭൂഷണമല്ല. നഗരഭരണം സ്വജനപക്ഷപാത വേദിയാക്കി മാറ്റാനുള്ള ശ്രമത്തെ ശക്തമായി എതിർക്കുമെന്നും വാർഡ് കൗൺസിലർ അറിയാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേപോലെയാണ് നഗരസഭയുടെ വേസ്റ്റ് ബിൻ വിതരണം ചെയ്യുന്ന പദ്ധതിയും ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ അവർക്ക് തോന്നുന്നത് പോലെ യാതൊരു ചട്ടങ്ങളും ആ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ തോന്നുന്നത് പോലെ തോന്നിയ ആളുകൾക്ക് കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. ഈ നഗരസഭയിൽ നഗരസഭാ ഭരണം സ്വജനപക്ഷപാതത്തിൻ്റെ വേദിയാക്കി മുസ്ലിം ലീഗ് മാറ്റുന്ന ഈ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നത്. തിരൂർ നിവാസി കൂട്ടായ്മയും ദയാ ഹൈപ്പർ ഫാർമയും ചേർന്ന് കിൻഷിപ്പിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂരിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് എന്നീ ഉപകരണങ്ങളാണ് കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ കിൻഷിപ്പിലേക്ക് നൽകിയത്. ചടങ്ങിൽ തിരൂർ നിവാസി കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി മുബാറക് കൊടപ്പനക്കൽ സ്വാഗതം പറഞ്ഞു. നമ്മുടെ കിൻഷിപ്പിന് വേണ്ടിയിട്ട് അത് വിതരണം ചെയ്തു. അതിലേക്ക് ആ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ചെയർപേഴ്സൺ നസീമ, അതേപോലെ തന്നെ നാസർ. പ്രസിഡന്റ് അരുൺ ചമ്പ്ര അധ്യക്ഷനായിരുന്നു. ഒരു 5 വർഷം കൊണ്ട് തിരൂരിലെ ചാരിറ്റി പ്രവർത്തന രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടി. ഉപകരണങ്ങൾ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂരിന് കൈമാറി. ചടങ്ങിൽ ദയാ ഹൈപ്പർ ഫാർമ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, ദിലീപ് അമ്പായത്തിൽ, അസീസ് മാവുംകുന്ന, കാജ മുല്ലശ്ശേരി അകത്ത്, നൂറുദ്ദീൻ നെടിയിൽ, മൻസൂർ നെടിയിൽ എന്നിവർ പങ്കെടുത്തു. പ്രതിദിന കോവിഡ് കണക്കുകൾ വീണ്ടും കുറയുന്നു. 1549 പേർക്കാണ് പുതുതായി രോഗം. 1897 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 4590 ജില്ലയിൽ 134 പേർ കൂടി രോഗബാധിതരായി. 204 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 606. സംസ്ഥാനത്ത് 1549 പേർക്കാണ് തിങ്കളാഴ്ച COVID-19 സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 249, എറണാകുളം 184, കോഴിക്കോട് 184, തിരുവനന്തപുരം 155, മലപ്പുറം 134, കാസർഗോഡ് 98, കൊല്ലം 92, പാലക്കാട് 88, തൃശൂർ 88, കോട്ടയം 85, പത്തനംതിട്ട 60, ഇടുക്കി 53, ആലപ്പുഴ 48, വയനാട് 31 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37,337 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.14 ആണ്. 11 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4590 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 68 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1337 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1897 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ 10,90,419 പേരാണ് കോവിഡിൽ നിന്നും മുക്തി നേടിയത്. അതേസമയം മലപ്പുറം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 134 പേർക്കാണ്. സമ്പർക്കത്തിലൂടെ 127 പേരും രോഗബാധിതരായി. 5 പേരുടെ ഉറവിടം വ്യക്തമല്ല. 204 പേർ കൂടി രോഗമുക്തരായതോടെ ജില്ലയിൽ 1,20,720 പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത്. 606 കോവിഡ് മരണങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഐ ലീഗ് ഫുട്ബോളിലെ കേരളത്തിന്റെ ചരിത്ര നേട്ടത്തിൽ തിരൂരിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. കിരീടം ചൂടിയ ഗോകുലം FC ടീമിൽ തിരൂർ മാങ്ങാട്രി സ്വദേശി ജിയാസുദ്ദീനും അംഗമായിരുന്നു. ആദ്യമായി ഐ ലീഗ് കിരീടം കേരളത്തിലെത്തിച്ചാണ് ഗോകുലം FC ചരിത്രം കുറിച്ചത്. ചരിത്രത്തിലാദ്യമായാണ് ഐ ലീഗ് കിരീടം കേരളത്തിലേക്ക് എത്തിയത്. ഫൈനലിൽ മണിപ്പൂരി ക്ലബായ ട്രാവുവിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് ഗോകുലം കേരള FC കിരീടം ചൂടിയത്. He leaves it to Vidyasagar Singh with a shot, and that's the goal number 1. It's Trav 1, Gokulam 0 at the Kishore Bharati Kridangan, Kolkata. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ടാം പകുതിയിൽ 1-ന് പിന്നാലെ 4 ഗോളുകൾ അടിച്ചാണ് ഗോകുലം കേരളത്തിന് അഭിമാന നേട്ടം സ്വന്തമാക്കി കൊടുത്തത്. Sharif lobs it in and finds the back of the net. That the two matches will go down to the wire as well. And this is Emil Benny inside the penalty box. Emil Benny scores, and it's Gokulam 2, Tidim Road Athletic Union 1. ആദ്യ റൗണ്ടിലും ട്രാവുവിനെ കേരളത്തിന്റെ ചുണക്കുട്ടികൾ തകർത്തിരുന്നു.
അന്ന് 1-3 ഗോളുകൾക്കായിരുന്നു കേരളത്തിന്റെ ജയം. As well, this is Emil Benny, this is Denny Antwi. Will he score the third goal? And he does. ഗോകുലത്തിന്റെ നേട്ടത്തിൽ തിരൂരിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഗോകുലത്തിന്റെ ടീമിൽ തിരൂർ മാങ്ങാട്ടിരി സ്വദേശിയും കേരളത്തിനായി കളത്തിലിറങ്ങിയിരുന്നു. മാങ്ങാട്ടിരിയിലെ കള്ളിയത്ത് വീട്ടിൽ ജിയാസുദ്ദീനാണ് ഗോകുലം കേരളയ്ക്കായി ജേഴ്സി അണിഞ്ഞത്. ഖദീജയാണ് ജിയാസുദ്ദീന്റെ മാതാവ്. There's another chance another chance and that's in. And that's goal number 4. The final whistle has been blown. തിരുച്ചമ്പ്ര സ്വദേശിയും മങ്ങാട് താമസക്കാരനുമായ പയ്യാപ്പന്ത ഗംഗാധരൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. പരേതരായ പയ്യാപ്പന്ത വാസുവിൻ്റെയും വള്ളിയുടെയും മകനാണ്. ശൈലജയാണ് ഭാര്യ. ലിനീഷ്, ഷാനു എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച കാലത്ത് 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. ചെറിയമുണ്ടത്തിന്റെ ഗ്രാമവഴികളെ ഇളക്കി മറിച്ച് PK ഫിറോസിന്റെ പര്യടനം. കുടുംബയോഗങ്ങളിൽ സജീവമായി NDA സ്ഥാനാർത്ഥിക്ക് നാരായണ മാസ്റ്റർ. കുർക്കോളി മൊയ്തീൻ തലക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഇടത് സ്ഥാനാർത്ഥി തലക്കാട് പഞ്ചായത്തിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. KT ജലീലിന്റെ ഒക്കത്തിരുന്ന ഫിറോസിനെ ചോദിച്ച കൊച്ചുമിടുക്കിയെ തേടി ഫിറോസ് കുന്നംപറമ്പിലെത്തി. വീണ്ടും കുറയുന്ന പ്രതിദിന രോഗികളുടെ എണ്ണം 1549 പുതിയ രോഗികൾ. 1897 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 134 പേർക്ക് പുതുതായി രോഗം. 204 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.